ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ്. കൊല്ലപ്പെട്ട അംബികയുടെയും സതീഷിന്റെയും മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ആംബുലൻസ് തടഞ്ഞുകൊണ്ടായിരുന്നു സ്ഥലത്ത് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത്. പോലീസിന്റെ ഇടപെടലിലൂടെ എന്തായാലും പ്രതിഷേധക്കാരെ മാറ്റിക്കൊണ്ട് ആംബുലൻസ് ആശുപത്രിയിൽ നിന്നിപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. വന്യജീവി ആക്രമണത്തിൽ, കാട്ടാന ശല്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ മൃതദേഹം കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ പ്രതിഷേധം ഉയർന്നിരുന്നത്. ഇവരുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നില്ല അവിടെ എത്തിയ നാട്ടുകാർ. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. അതിന് പിന്നാലെ പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ നീക്കി ഇപ്പോൾ ആംബുലൻസ് അംബികയുടെയും സതീഷിന്റെയും മൃതദേഹവുമായി പുറപ്പെട്ടു. തൃശ്ശൂർ കൊണ്ടുപോയി. അപ്പൊ ഇവിടെ നടത്തണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നടത്തണ്ടെന്നാ പറയണത്. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലേക്ക് ആരാ തടഞ്ഞത്? ആരോടെ? ഇവിടെ പാർട്ടിക്കാര് കുറെ ആൾക്കാരുണ്ട്. ഇത് സമരം ചെയ്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണത്? അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഒരാൾ പോലും കോളനിയിലേക്ക് കയറി ഇപ്പൊ മാത്രം എന്താ ഇവിടെ നിന്ന് എല്ലാരും വരുന്നത്? ഒരു ആവശ്യത്തിന് പോലും ഒരാൾ അതിരപ്പള്ളി ആദിവാസികൾക്ക് വേണ്ടിയിട്ട് യാതൊരുവിധ പ്രവർത്തനം ആരും നടത്തിയിട്ടില്ല. ഇപ്പൊ മരിച്ചു ഈ മൃതദേഹം തട്ടിയെടുത്തത് വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടില്ല. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ആന ഓടിച്ച ആനയുടെ ഭാഗമായിട്ടുള്ള പ്രത്യാന്തരമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മെഡിക്കൽ കോളേജ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഡോക്ടർമാര് പരിശോധിക്കണം. നമുക്കത് നിർണ്ണയിക്കാൻ പറ്റില്ല. മനസ്സിലാവില്ല. ഒരാളുടെ മൃതദേഹം മാത്രമാണ് മെഡിക്കൽ കോളേജിൽ, ഒരാളുടെ ഇവിടെ കേട്ടോ. ശരി ശരി. ഞങ്ങൾക്ക് വീടും പിന്നെ സ്ഥലവും ഒരു ഇങ്ങനത്തെ ആൾക്കാരാണ്. പച്ചവെള്ളം കുടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഈ രണ്ട് മരണത്തിന് വേണ്ടി. ഓരോന്നും ഇവിടെ ഓരോന്നും അങ്ങനെ കൊണ്ടുപോകാൻ എൻപിയുടെ നേതൃത്വത്തിലുള്ള തോന്നിവാസം അതിന് അങ്ങനെ പറയാനാണ്. മാന്യമായ രീതിയിൽ നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോകണം. അതിന് ഇവര് തടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിസൾട്ട് കിട്ടും? നിങ്ങളുടെ ഇടയിൽ നിന്ന് അവിടെ കൊണ്ടുപോകണ്ടെന്ന ഒരു അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നമ്മുടെ രീതിയിൽ ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നമുക്ക് നമ്മുടെ ബോഡി കിട്ടിയാൽ മതി. ഇതിനനുസരിച്ച് വേണ്ട ഇവര് പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ നെഞ്ചത്തോടെ കയറണ്ട. അപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ്. അത് ആംബുലൻസിന് പാർട്ടിക്കാരല്ലേ? ഒരാരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഒരാൾ വരില്ലല്ലോ. രണ്ട് ബോഡി കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, ഒരു ബോഡി ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഒരു ബോഡി ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആംബുലൻസ് തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. ബെന്നി ബെഹനാൻ എംപിക്ക് എതിരെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.